തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിന്റെ ആദ്യ റീച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ 2019-20 സംസ്ഥാന ബഡ്ജറ്റിലാണ് ആദ്യ റീച്ചിന്റെ നിർമ്മാണത്തിനായി 5 കോടി രൂപ അനുവദിച്ചത്. തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെ വരുന്നതാണ് ആദ്യ റീച്ച്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും പദ്ധതിക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയും കോതമംഗലം നഗരസഭയുടെയും എക്സൈസ് ഓഫീസിന്റെയും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതെല്ലാം പരിഹരിച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച ശേഷമാണ് 2019-20 ബജറ്റിൽ റോഡിന്റെ നിർമ്മാണത്തിനാവശ്യമായ തുകയും അനുവദിച്ചത്. ഈ തുക ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ ഘട്ടങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അവസാനഘട്ട പ്രവർത്തികളായ ഫുട്പാലത്തിന്റെ നിർമ്മാണം, ഇരു സൈഡുകളിലും ഇന്റർലോക്ക് വിരിക്കൽ, ട്രാഫിക് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കൽ എന്നിവയാണ് നടന്നുവരുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വിലയിരുത്തി. മുനിസിപ്പൽ ചെയർമാൻ KA ടോമി, കൗൺസിലർമാരായ KA നൌഷാദ്, KV തോമസ്, മുൻ കൗൺസിലർ PA ഫിലിപ്പ്, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MB നൌഷാദ് തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. കാത്തിരുന്ന ഒരു വികസന പദ്ധതിയുടെ അതിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ് അത് നമ്മൾ 2 റീച്ചുകളിൽ 2 ഘട്ടമായിട്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരുന്നത്. 2019-20 ഒന്നാം പിണറായി സർക്കാരിൻ്റെ 2019-20 സംസ്ഥാന ബഡ്ജറ്റിലാണ് ഈ 2 റീച്ചുകളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി വരുന്ന തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെ വരുന്ന പ്രദേശത്ത് നിർമ്മാണത്തിന് 5 കോടി രൂപയും കലാ ഓഡിറ്റോറിയം മുതൽ കോഴിപ്പള്ളി വരെ വരുന്ന പ്രദേശത്ത് നിർമ്മാണത്തിന് 10 കോടി രൂപയുമാണ് ബഡ്ജറ്റിൽ അനുവദിച്ചത്. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഈ നമ്മുടെ തങ്കളം മുതൽ കലാ ഓഡിറ്റോറിയം വരെയുള്ള വർക്കാണ് ആദ്യം ടെൻഡർ ചെയ്തത്. ആ വർക്ക് അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതിനിടയിൽ കോവിഡിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ആ ഘട്ടത്തെ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നേരിട്ടിരുന്നു. കലാ ഓഡിറ്റോറിയം മുതൽ കോഴിപ്പള്ളി വരെയുള്ള 2ാം റീച്ചിലെ 10 കോടി രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.